നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം റിലീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിന്ന് ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലത്തോളമായി. അതിനിടയിൽ ലാലേട്ടനാണെങ്കിലും നിരവധി ചിത്രങ്ങൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ എന്നെ നിരാശപ്പെടുത്തിയ ഒരുപാട് പടങ്ങളുണ്ട്. ആ ഒടിയന് ശേഷം ഒടിയനോട് കൂടി തന്നെ ഒടിയന് ശേഷം ഇറങ്ങിയ എല്ലാ പടങ്ങളും എന്താ പറയുക, ലാലേട്ടൻ്റെ ആ പഴയ ലാലേട്ടനെ എവിടെയെന്ന് ഞാൻ അടക്കമുള്ള പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മുടെ തരുൺ മൂർത്തിയുടെ തുടരും എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമയ്ക്ക് എമ്പുരാനൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര പബ്ലിസിറ്റിയും അതേപോലെ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ പടത്തിനാണെങ്കിൽ അങ്ങനെ വലിയ പ്രൊമോഷനോ ഒന്നും തന്നെ ഇല്ലാതെ, ഒരു ഒച്ചപ്പാടും ബഹളില്ലാതെ സിമ്പിളായി ഇറങ്ങിയൊരു പടം. പക്ഷെ ഈ പടം ഒരു രക്ഷയില്ല. നമ്മുടെ പഴയ ലാലേട്ടൻ എന്ന് നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് പറയേണ്ടി വന്നു. കാരണം എക്സലൻറ്റ്, ഒന്നും പറയാനില്ല. അതായത് ഇപ്പം നമുക്കറിയാം, എമ്പുരാനൊക്കെ നമ്മൾ പോയി കാണാൻ പോയിട്ട് നമ്മൾ കണ്ടതും ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സത്യം പറയണമെങ്കിൽ ഒരു വിഷമമാണ് വന്നത്. ആൾക്കാരടക്കം പലരും പറയുകയുണ്ടായിരുന്ന വീഡിയോയ്ക്ക് എന്തൊരു സന്തോഷമില്ലാണ്ട് വീഡിയോ ചെയ്യുന്നു. കാരണം നമ്മൾ നല്ലൊരു പടം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, ആ സന്തോഷമാണ് എനിക്ക് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം ആ ഒരു നല്ലൊരു സിനിമ, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സിനിമ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അത് നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അപ്പോൾ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണെന്നോ, അതായത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും തുടരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സിനിമയുടെ ഡയറക്ടർ തരുൺ മൂർത്തിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇങ്ങനെ കഴിഞ്ഞ ആളാകെ 3 പടമേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റത്തെ പടം നമ്മുടെ ഓപ്പറേഷൻ ചാവയായിരുന്നു. രണ്ടാമത്തെ പടം സൗദി വെള്ളയ്ക്കായിരുന്നു. ഈ 2 പടത്തിനും നിരവധി അവാർഡുകൾ വാങ്ങിയെടുത്ത ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി. നമ്മുടെ മലയാളത്തിലെ പ്രിയ നടി ശോഭന കുറേ കാലത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പുചേട്ടൻ്റെ മോൻ ബിനു പപ്പു, പിന്നെ മണിയമ്പിള്ള രാജു, എല്ലാവരും എക്സലന്റ്. മോഹൻലാലിന്റെ ഒപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു വില്ലൻ പ്രകാശ് വർമ്മ, ആള് അസാധ്യ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. കാരണം ലാലേട്ടന് ഒരു ചേർന്ന ഒരു വില്ലൻ എന്ന് പറയില്ല. അതായത് കുറെ മറ്റേ ഗ്രാഫിക്സും ബാക്കിൽ കോട്ടോ ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടി, അങ്ങനത്തെ അല്ല, ഒരു അസാധാരണ വില്ലൻ, ഒന്നും പറയാനില്ല. പിന്നെ MG ശ്രീകുമാറിന്റെ പാട്ടുകളുണ്ട്, അതും നമ്മളൊരു ആ വിൻറ്റേജ് കാലഘട്ടത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക് കിടു, സ്കോർ എന്ന് പറയണമെങ്കിൽ വളരെ ആ സിനിമയ്ക്ക് സാഹചര്യത്തിനും അനുസരിച്ചുള്ളൊരു ആ ഫീലിലേക്ക് നമ്മൾ ഇഴകി ചേരുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കാണ് എനിക്ക് സിനിമയിൽ കിട്ടിയത്. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ KR സുനിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എക്സലൻറ്റ് സ്ക്രിപ്റ്റ്, എക്സലൻറ്റ് ഡയറക്ടർ. ഈ പറഞ്ഞ പോലെ ലാലേട്ടനെ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ നിരവധി ഞാനടക്കം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനെ കൊണ്ട് പറ്റില്ല. ആ വാലിബനൊക്കെ കാണാൻ പോയപ്പോൾ നമുക്ക് ആ ട്രെയിലറിൽ കിട്ടിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതും പ്രതീക്ഷയാണ് നമ്മൾ പല സിനിമകൾക്കും നമ്മൾ പോവാറ്. പക്ഷെ ഇതിൻ്റെ ട്രെയിലർ എനിക്ക് എന്തോ കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും പുലർത്താതെയാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ നല്ലൊരു പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഫീല്, അത് എങ്ങനെ പറഞ്ഞറിയിക്കുന്നത് എനിക്കറിയില്ല. ജേക്സ് ബിജോയ് ഞാൻ നേരത്തെ പറഞ്ഞു, ജേക്സ് ബിജോയ് പിന്നെ അറിയാം എല്ലാ പടത്തിലും ഒരു രക്ഷയില്ലാത്ത നൈസ്. എനിക്ക് ആളുടെ ജേക്സ് ബിജോയുടെ എല്ലാ മ്യൂസിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ലെവലിൽ ഈ സിനിമയ്ക്ക് ആൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. നിഷാദ് യൂസഫാണ് ഇതിൻ്റെ എഡിറ്റർ. ഈ സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇടയിലാണ് ആളുടെ മരണം സംഭവിച്ചത്. ആളിപ്പോൾ ഇവിടെ ഇല്ല. എന്നിരുന്നാലും ആളുടെ എഡിറ്റിങ്ങും വളരെ നന്നായിരുന്നു. അതിൻ്റെ കൂടെ ഇത് അവസാനിപ്പിച്ചത് ഷെഫീഖ് ബീബിയാണ്. ആൾക്കും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേരും നമുക്ക് ഈ സിനിമയിൽ എടുത്തു പറയണം. ഷെഫീഖ് ബീബി നല്ല രീതിയിൽ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്.
അത് എഡിറ്റിംഗ് മേഖലയിലാണെങ്കിലും ആർട്ട് ആർട്ടും ഒക്കെ നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ട് വർക്ക് ആണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ പല സീനുകളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പോയിലർ ആയിരിക്കും. നിങ്ങളെല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബൈ.